Tulips, South India's largest beauty salon chain. Best service, lowest price. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് Tulips സ്പർശം. യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചു. പൗരത്വ ബില്ലിനെതിരെയാണ് ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചത്. CAA NRC നിയമങ്ങൾ നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം മാർച്ച് നടത്തി. പൊന്നാനി ചന്തപ്പടിയിൽ നിന്നും ജംഗ്ഷനിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC ഷിഹാബ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ പാർലമെന്റ് ഒരു നിയമം പാസാക്കുമ്പോൾ അത് എല്ലാവർക്കും തുല്യമായ രീതിയിൽ നിർമ്മിക്കണമെന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള നിയമമാണ്. അതിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ താൽക്കാലികപരമായിട്ടുള്ള ഇടപെടലുകളെ പോലും മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ, ഈ രാജ്യത്തെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ, ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി, രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിലനിൽക്കെ എല്ലാവരെയും അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ഭരണഘടന പൗരത്വ ഭേദഗതി നിയമം വീണ്ടും നടപ്പിലാക്കുകയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, പൊന്നാനിയിലെ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട MP അബ്ദുൽ സമദാനി അടക്കമുള്ള, മലപ്പുറത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗങ്ങൾ ശക്തമായ ഇടപെടലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് പാർട്ടിയാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ ഈ കേസിനെ ഭരണകൂടത്തിനെതിരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളുമൊക്കെ ഈ വിഷയത്തിൽ ശക്തമായ പോരാട്ടത്തിന്റെ മുഖത്താണുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഈ പോരാട്ടത്തിൽ അണിനിരക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വിഷയമായി സൂചിപ്പിക്കാനുള്ളത്. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് KA ബക്കർ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷബീർ BM, ഫർഹാൻ BM, ഫസലുർ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.